ആണ്. പക്ഷെ എന്നോട് രാജേട്ടൻ പറഞ്ഞു രണ്ടുപേരെ നടുക്ക് കൊണ്ട് ഇരുത്തിയത് ചെകുത്താന്റെ കടലിന്റെ നടുവിലാണ്. ശബരിനാഥിലേക്കാണ്. എല്ലാ ട്രോളാ, സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റുന്നില്ല. മേയറായിട്ട് നല്ലൊരു ഓണാശംസ. ആത്മപ്രശംസ എനിക്ക് ഇഷ്ടമല്ല, എങ്കിലും ചില സത്യങ്ങൾ പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. കേരള രാഷ്ട്രീയത്തിലെ പപ്പടം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന നേതാവാണ്. അപ്പോൾ ഞാൻ ശബരിയെ കാണുമ്പോഴേക്കും മേയറും കൗൺസിലറും ഒന്നും അല്ലല്ലോ. വിഷമമാകാതെയും തോന്നുന്ന ഒരു പ്രവർത്തന ശൈലിയാണ്. ആ ഒരു ഗൗരവം നഗരസഭയ്ക്ക് ഉണ്ടാകും. മേയറാണോ പാടിത്തരുക? ഉറപ്പായും പാടിയത്. നിങ്ങളെ കണ്ട ഒരു ഭാഗവും. അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ, അവിടെ ചോദിച്ച കുസൃത ചോദ്യം ഞാനൊന്ന് ഇവിടെ പയറ്റാൻ നോക്കാം. അപ്പൊ അശ്വതി, 3 പേർക്കും നമുക്ക് ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ് അല്ലേ? തീർച്ചയായും. ശ്യാം, എത്ര മനോഹരമായ കാഴ്ചയാണല്ലേ. ഒരു പാത്രത്തിൽ തന്നെ കുറച്ച് പായസം, കുറച്ച് മത്തിക്കറി, കുറച്ച് അലുവ വിളമ്പ് വെച്ചിരിക്കുന്ന പോലെ ഉണ്ട്. ഇതാണ് ഞാൻ സ്വപ്നം കാണുന്ന കിടാശ്ശേരി. അല്ല, ഇതിൽ ഏറ്റവും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എപ്പോഴും അറിയാം. കാരണം കോർപ്പറേഷൻ കൗൺസിൽ യോഗം ഞങ്ങൾ എപ്പോഴും ലൈവ് കൊടുക്കും. കാരണം സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് കിട്ടിയ ഒരു അറ്റുതോറ്റ് കിട്ടിയൊരു വേറാണല്ലോ. അപ്പൊ ഞങ്ങൾ എപ്പോഴും ലൈവ് കൊടുക്കുമ്പോഴും ഈ 3 പേരും എപ്പോഴും ഭയങ്കരമായിട്ട് എന്താ പറയാ വാദങ്ങളിലായിരിക്കും. അപ്പൊ നിങ്ങളെ ഒരുമിച്ച് കിട്ടിയപ്പോ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ദീപകണ്ഠൻ നിന്ന് തുടങ്ങാം, ചേട്ടാന്ന് വിളിച്ചു തുടങ്ങാം. ഓണത്തിന്റെ ഒരു വൈബ് അത് സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു കൗൺസില് കഴിഞ്ഞ ദിവസം ഒന്ന് കഴിഞ്ഞു. ഇനി ഒരു ഓണത്തിന്റെ മൂഡിലേക്ക് പോവുകയാണ്. ഓണത്തിന്റെ ഒരു ഓർമ്മയിൽ അങ്ങ് തുടങ്ങാം. അല്ല, ഓണം എല്ലാ പ്രാവശ്യത്തെക്കാട്ടിലും കൂടുതൽ നല്ലൊരു ഓണം ഈ പ്രാവശ്യം ഉണ്ടാകട്ടെ എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ചെറിയ കാലം മുതൽ തന്നെ ഓരോ ഓണവും നമുക്ക് പ്രത്യേകത നിറഞ്ഞതാണ്. ഓരോ ഓണം എന്ന് പറയുന്നത് എല്ലാ പ്രാവശ്യവും നല്ല ആഘോഷങ്ങളായിട്ടാണ് നമ്മുടെ ജീവിതത്തിനകത്ത് പോകുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഈ സാമൂഹിക ബന്ധങ്ങൾ ഒക്കെ ഉള്ളതുകൊണ്ടും സമൂഹത്തിനകത്ത് പ്രവർത്തിക്കുന്നത് കൊണ്ടും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതുകൊണ്ടുമൊക്കെ തന്നെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഓണം ഓരോ പ്രാവശ്യം ആഘോഷിക്കാറുണ്ട്. അത് ഈ പ്രാവശ്യവും തുടരുന്നു എന്നുള്ളത് മാത്രമാണ് ഓണത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ് എങ്ങനെയാണ് അതറിയാൻ ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ടോ? എനിക്കൊന്ന് മേയർ ആരാധ്യരായ മേയർ തന്നെ തുടങ്ങാം. പക്ഷെ എന്നോട് രാജേട്ടൻ പറഞ്ഞു രണ്ടുപേരെ നടുക്ക് കൊണ്ട് ഇരുത്തിയത് ചെകുത്താന്റെ കടലിന്റെ നടുവിലാണ്. അതെ, അതാണ് അദ്ദേഹം സേഫ് ആണ്. അതൊക്കെ പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ മതി. അല്ല, പല സൂചനകളുണ്ട് കേട്ടോ. രാജേട്ടാ, എന്താണ് ആ ഒരു ബോണ്ടിങ്? അതായത് ഇവർ രണ്ടുപേരും വളരെ നേരത്തെ തന്നെ പൊളിറ്റിക്കലി വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ടുള്ളൊരു ഗുണം ഞാൻ ഈ ഭരണസമിതി എല്ലാവരും ഉണ്ടോ ചോദിച്ചല്ലോ. ഒരു സ്വതന്ത്രൻ്റെ പിന്തുണ മാത്രമാണുള്ളത്. ഒരാൾ മുൻ MLA, നല്ല പാരമ്പര്യമുള്ള പൊളിറ്റിക്കൽ പാർട്ടി. ദീപക്കും വളരെ നല്ല പാരമ്പര്യമുള്ള സിൻഡിക്കേറ്റും ഒക്കെ ചെറിയ പ്രായത്തിലായി SFIയുടെ വളരെ സജീവ പ്രവർത്തനം. അപ്പോഴേക്കും ഇത്രയും ശക്തമായ 2 മുന്നണികളും പ്രതിപക്ഷം ഒരു സ്വതന്ത്രൻ്റെ പിന്തുണയാണുള്ളത്. എങ്ങനെ പോകും? ഞാൻ പറയാം, അതാണ് ഞങ്ങളെ കോൺഫിഡൻസ്. കാര്യം ഒരു ലെവലിൽ കഴിഞ്ഞ ലീഡേഴ്സ് ആകുമ്പോഴേക്കും നമുക്ക് അവരുടെ രീതികളറിയാം, അവർ ഉന്നയിക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങളുടെ ഒരു നിലവാരം. ആ ഒരു ഗൗരവം നഗരസഭയ്ക്ക് ഉണ്ടാകും. പിന്നെ ഭൂരിപക്ഷമൊക്കെ അതൊക്കെ ഒരു ക്രൈസ് വരുമ്പോൾ നമ്മളിപ്പോൾ കണ്ടില്ലേ, അതൊക്കെ ഒരു ക്രൈസ് വരുന്ന ആ സമയത്ത് നമുക്ക് നോക്കാം. ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ സീനിയർ ലീഡേഴ്സ് ആയതുകൊണ്ടുള്ള ഒരു പരസ്പരം അറിയാമല്ലോ ഓരോരുത്തരുടെ വേവ് ലെങ്ത്, നല്ല ബോണ്ടിങ്ങാണ്. പിന്നെ ദീപക് ചില സമയത്തൊക്കെ ബോണ്ടിങ് ചെറിയ വ്യത്യാസം വരുത്താൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് സീൻ ഇപ്പോഴും ഓർമ്മയുണ്ട്. നമ്മൾ ആ സുഗതന്റെ ഇഷ്യൂ നടക്കുമ്പോൾ ഇടതുപക്ഷ കൗൺസിൽ ഒരു മുഴുവൻ ഫ്രണ്ടിലുണ്ട് കുറച്ച് പരിക്കേറ്റ ആളുകളൊക്കെ നിർത്തിയിട്ടുള്ള ആ ഒരു മുദ്രാവാക്യം വിളി. പക്ഷെ ഒരു ക്യാപ്റ്റൻ കൂള് പോലെ ഒരു മേയർ ഭയങ്കര കൂളാണോ? മേയറുടെ ഒരു ക്വാളിറ്റി പോസിറ്റീവായിട്ട് കാണുന്നത് നമ്മളൊക്കെ പണ്ടേ ചാനൽ ചർച്ചകളിലുള്ള ആ ഒരു ബന്ധം നന്നായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ദീപകേട്ടനാണെങ്കിലും രാജേഷ് ആണെങ്കിലും ഈ ഗ്രൗണ്ടിൽ ബന്ധമുള്ള ആൾക്കാരാണ്. ഏത് പാർട്ടി ആയാലും ഗ്രൗണ്ടിൽ ബന്ധമുള്ള ആൾക്കാരാകുമ്പോൾ പ്രത്യേകിച്ച് കോർപ്പറേഷനും ഗ്രൗണ്ടുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്ന സ്ഥലമായതുകൊണ്ട് അതിനൊരു മെച്യൂരിറ്റി രണ്ടുപേർക്കും ഉണ്ട്. പിന്നെ കമ്പയർ ടു ഒത്തിരി BJP ലീഡേഴ്സ്
മേയർ അല്പം ശാന്തനാണ്, അതുകൊണ്ട് കുഴപ്പമില്ലാതെ പോകുന്നു. ഇതൊക്കെ പറഞ്ഞില്ലേ പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ കണ്ടിന്യൂസ് പറയുകയാണ്, അത് കുഴപ്പമില്ല. സുഗതന്റെ പ്രശ്നം നടന്നപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ, നടന്നപ്പോഴെന്നല്ല, ദീപക് പറയുന്നത് ഇപ്പോഴും നടന്നുകൊണ്ട് ദീപകിന്റെ കണ്ടിന്യൂസ് പ്രോസസ് എന്നുള്ളതാണ്. പക്ഷേ ശ്യാം, ഞാൻ ഉറ്റുനോക്കിയത് മറ്റാരിലേക്കും അല്ല, ശബരിനാഥിലേക്കാണ്. എന്നാ ട്രോളാ, സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റുന്നില്ല. നിങ്ങള് അതൊരു കഴിവാണ് കേട്ടോ. അതല്ല, അത് ഇപ്പം ജനന്റെ ട്രോള് ഉത്സവം, ഞാൻ ട്രോളൊക്കെ ആസ്വദിക്കുന്നത്. എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ, നമ്മളെ അവരാഘോഷിക്കുകയാണെങ്കിൽ അവർ കല്ലെറിയാനുള്ള അവകാശമുണ്ട്. ഇന്ന് കല്ലെറിയുന്നത് തെറ്റാണെന്നുള്ള പിന്നെ അവർക്ക് മനസ്സിലാക്കിക്കോളൂ. ആ ഒരു തത്വം കൂടെ അവരോട് ആഡ് ചെയ്യാം. ഞാനത് സ്ട്രോങ്ലി കൂടെ നിൽക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും പക്ഷെ അത് അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ, അത് ഞാനും എക്സ്പെക്ട് ചെയ്തതല്ല, ഇവരും എക്സ്പെക്ട് ചെയ്തതല്ല, പ്രത്യേക സാഹചര്യത്തിൽ വന്നു പോയതാണ്. പക്ഷെ അത് ട്രോൾ മീറ്റ്, എനിക്കെന്റെ പ്രശ്നം എന്നാണെന്നറിയാമോ, എന്നെ മിനിയാന്ന് എൻ്റെ MBA ബോംബെയിലൊക്കെ ഉള്ള വാട്സാപ്പ് ഗ്രൂപ്പിൽ ബേസിക്കലി 2 വീഡിയോസ് വെച്ചിട്ടാണ് ബേസിക്കലി നിങ്ങളുടെയൊക്കെ ആൾക്കാർ ട്രോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതൊന്ന് ആദ്യം ബഹളമാണ് നടക്കുന്നത്, അത് കഴിഞ്ഞ് പിന്നെ വേറെ ഏതോ സമരത്തിന് ആൾക്കാർ അടി കൊണ്ട് നിൽക്കുന്ന വീഡിയോ ഒക്കെ വെച്ചിട്ട് അത് രണ്ടും കൂടെ ചേർത്താണ് ഈ റീൽ വന്നത്. അപ്പൊ എന്റെ ഫ്രണ്ട്സ് കൊണ്ട് നീ ഇത്ര അടിക്കാറായോ? അപ്പൊ ഞാൻ പറഞ്ഞത് 2 വേറെ വേറെ വീഡിയോ ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് അതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ടത്. അല്ല, അതൊക്കെ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഇന്നത്തെ കാലത്ത് അതെല്ലാം ഡൽഹിയിലെ സമരം കണ്ടില്ലേ, സർക്കാരിനെതിരെ നിങ്ങൾക്കെതിരെ പറഞ്ഞതൊക്കെ ട്രോളിലൂടെയാണ്. അപ്പൊ ആ ഒരു സെൻസ് കാണുന്നതേ ഉള്ളൂ. പക്ഷേ പൊളിറ്റിക്സ് സ്ട്രോങ് ആയിട്ട് ഏറ്റവും കൗതുകമായിട്ട് തോന്നുന്നത് ഈ ബഹളമൊക്കെ നടക്കുമ്പോഴും ദീപകേട്ടന്റെ ഒരു പ്രസംഗമുണ്ട്. അത് ഭയങ്കരമായിട്ട് അല്ലേ ദീപകേട്ടൻ, ഈ ബഹളം നടക്കുമ്പോ വേറെ ആണെങ്കിലും ഒരിക്കലും പ്രൊവോക്കഡ് ആവൂല. അദ്ദേഹം വളരെ കൂളായിട്ടിരിക്കും. ശബരിയേട്ടൻ ഭയങ്കരമായിട്ട് പ്രൊവോക്കഡ് ആവും, ദേഷ്യം പിടിക്കും. ആ സമയത്ത് മൈക്ക് എടുത്തിട്ട് ഒരു പ്രസംഗമുണ്ട് അല്ലേ, മിനിമം ലെവൽ വിട്ട് ഉള്ള വാക്കുകൾ പോയി. അത് എനിക്കൊരു അനുഗ്രഹം കൂടിയാണത്. ഞാൻ അതിനകത്ത് അങ്ങനെയല്ല, ഞാൻ അതിനകത്ത് നിയമപരമായ കാര്യങ്ങൾ പോകണം എന്നുള്ളിടത്താണ് നിൽക്കുന്നത്. അപ്പോൾ അത് കാര്യങ്ങൾ സത്യസന്ധമായി പറഞ്ഞാൽ നിയമപരമായി പോവുക എന്നുള്ളതാണ്. അത് നിയമങ്ങൾ ലംഘിക്കപ്പെടുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇടപെടുന്നത്. അത് തുടക്കം മുതൽ തന്നെ അത്തരം കാര്യങ്ങൾ നമ്മൾ ഒരു പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത്തരം കാര്യങ്ങൾ ഉന്നയിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ അത് ഉന്നയിക്കുന്നു എന്നുള്ളതാണ്. അത് ശരിയും തെറ്റും എന്നൊക്കെ പറയുന്നത് നിയമത്തിൻ്റെ ഒരു എന്താണ് അവസാനം വരുമ്പോഴാണ് അതിനകത്ത് ശരിയും തെറ്റും എവിടെ വരുന്നു എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചോദിച്ചോട്ടെ, ഇവര് പ്രതിപക്ഷത്തിരുന്ന സമയമുണ്ടല്ലോ, ആ സമയവും ഇതും കൂടി ഒന്ന് കമ്പയർ ചെയ്യാം. അത് ഒരു സഭയുടെ കാലത്ത് നടന്നത് തന്നെ, അല്ലെങ്കിൽ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു പുതുതായിട്ട് നമ്മളൊരു പുതിയ സഭ നേതൃത്വം കൊടുക്കുമ്പോഴത്തേക്ക് ആ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ട് ഇവർ പലപ്പോഴും എടുക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്. പലപ്പോഴും ആ പഴയ കാര്യങ്ങൾ അത് ഇങ്ങനെ പറഞ്ഞിട്ട് അതിനെ പിന്നെ വീണ്ടും അതുകൊണ്ട് ഞങ്ങളും ആ രൂപത്തിലേക്ക് മാറും അല്ലെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കും എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാര്യം പാസ്റ്റ് എന്ന് പറയുന്നത് അത് പാസ്റ്റാണ് അല്ലേ. അപ്പോൾ അവിടെ എന്തെങ്കിലും തെറ്റും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ ഓരോ സഭയ്ക്കകത്ത്, ഇപ്പോൾ ഞാനിരിക്കുന്ന സഭയ്ക്കകത്ത് തെറ്റുകളുണ്ടാവും. അത് ആ സഭയിലാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. അതല്ലാതെ നേരത്തെ എന്തെങ്കിലുമൊക്കെ നടന്നിരുന്നോ അതിൻ്റെ ഒരു ശരിയും തെറ്റും ഒക്കെ ഇപ്പോഴും അത് തന്നെ ആവർത്തിക്കണമെന്ന് പറയുന്നതുകൊണ്ട് എനിക്ക് യോജിപ്പില്ല. അത് ഞാൻ ആദ്യം വരുന്ന കൗൺസിൽ മീറ്റിങ്ങിനകത്ത് തന്നെ ഞാൻ പറഞ്ഞതാണ്. എനിക്കതിനോട് യോജിപ്പില്ല. നമ്മളിപ്പോൾ ഒരു പുതിയ സഭ തുടങ്ങുമ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പ്രവർത്തിക്കണം. ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ സത്യപ്രതിജ്ഞ ലംഘനം അവിടെ നടന്നു. അപ്പോൾ നടന്നപ്പോൾ ഞാനത് ചൂണ്ടിക്കാണിച്ചതെന്ന് പറഞ്ഞാൽ ഈ എൻ്റെ പിന്നെ ഇതിനെ ആ അർത്ഥത്തിലല്ല, നമ്മളൊരു രാഷ്ട്രീയ വിരോധം തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതിൻ്റെ അടിസ്ഥാനത്തിലല്ല. അത് ചെയ്യാൻ പാടില്ലാത്ത, നമ്മളെ നിയമത്തിൽ ഒരിക്കലും നടക്കാൻ വേണ്ടിയിട്ട് പാടില്ലാത്ത കാര്യമായിരുന്നു നടന്നത്. അത് ഞാൻ ചൂണ്ടിക്കാണിച്ച്. പക്ഷേ അത് അപ്പോൾ വേണമെങ്കിൽ കറക്റ്റ് ചെയ്യാമായിരുന്നു. അത് അപ്പോൾ വേണമെങ്കിൽ അതിനകത്ത് നമ്മൾ പറയുന്ന ഒരു പിന്നെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാമായിരുന്നു. അത് കറക്റ്റ് ചെയ്യാതെ പിന്നെ അത് നിയമപരമായി നിങ്ങൾ നേരിട്ടോ എന്ന് പറയുമ്പോഴാണ് പിന്നെ നമുക്ക് നമ്മുടെ മുമ്പിലുള്ള വഴി കോടതിയാണെന്നുള്ളതാണ്. അല്ല, അതിലൊരു പ്രശ്നമുണ്ട്, വേറെ ഒരു മറുപടി ഇല്ലെങ്കിൽ പ്രശ്നമാണ്.
അല്ല, എനിക്ക് തോന്നുന്നു നമുക്ക് ഈ രാഷ്ട്രീയമൊക്കെ മാറ്റി വെച്ച് എന്നാലും അതിലേക്കാണ് പോകും രാഷ്ട്രീയം അല്ലേ? പോവാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, 101 വാർഡുകളെ ഒരുമിച്ച് കാണും എന്ന മേയറുടെ ഒരു പ്രഖ്യാപനം ഉണ്ടായത്. എനിക്കൊന്നും ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് ഒരു ഫീൽ അല്ലേ ശബരിയേട്ടാ? പ്രഖ്യാപനമൊക്കെ പോസിറ്റീവ് ആണ്. പക്ഷെ ഫണ്ടില്ലാത്തോണ്ട് ഇപ്പൊ 101 വാർഡ് ഒരുപോലെ പരിപ്പ് വിളമ്പി കഴിഞ്ഞു. അതിൽ വ്യത്യസ്ത അഭിപ്രായം അവർക്കും ഇല്ല, അത് രണ്ടുപേർക്കും ഇല്ല. 101 വാർഡിലും മേയർക്ക് എങ്ങനെയാണ് പരിഗണന കൊടുക്കാൻ പറ്റുന്നത് അത് അതുപോലെ തന്നെയാണ് കാണുന്നത്. അവർക്കുണ്ടോ യോജിപ്പാണ്. ഒരു കാര്യവും പറയാനില്ല അവർക്ക്. ഇപ്പോൾ ശബരി ഇല്ലാത്ത സമയത്ത് ഒരു ശബരിയുടെ വാർഡിൽ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ മേയർ തൊള്ളായിരിക്കാൻ ശ്രദ്ധിക്കും. ഇപ്പോൾ അതുപോലെ അല്ല, ഒരു കൗൺസിലർമാർക്കും അങ്ങനെ ഒരു പരാതി ഉണ്ടാവേണ്ട കാര്യമില്ലെന്നുള്ളതാണ്. പിന്നെ ഫണ്ട് പോകുമ്പോൾ അല്ല, ഫണ്ട് ഇപ്പോൾ ശബരി ഇല്ല എന്ന് പറഞ്ഞത് ശബരിയുടെ സർക്കാരാണ് ഭരിക്കുന്നത്. കോർപ്പറേഷൻ്റെ വിഹിതം അവിടെ ഉണ്ട്. അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. ശബരി അടിച്ച ഫണ്ട് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ ഡെവലപ്മെന്റ് കാര്യത്തിൽ പൊളിറ്റിക്സിന്റെ ഒരു ആവശ്യമുണ്ട്. നമ്മുടെ എന്താണ് വികസനം എന്നുള്ളത് വലിയ ചോദ്യം. അത് ഞങ്ങൾ തമ്മിലില്ല. ബിജെപിയുടെ ആയിരിക്കില്ല വികസനം എന്നുള്ളത്, കോൺഗ്രസിന്റെ എൽഡിഎഫിന്റെ വേറെ ആയിരിക്കും. പക്ഷെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരു യൂണിഫോം ആയിട്ട് തന്നെ വരണം. ഡിസ്കസ് ചെയ്ത് പോകണം എന്നുള്ളത്, ഡിസ്കഷൻ വേണം എന്നുള്ളത്. അതിപ്പോ ദീപകായാലും ഇവരായാലും സംസ്ഥാന സർക്കാരായാലും അതിൽ വളരെ പോസിറ്റീവായിട്ടുള്ള സമീപനമാണ് എടുക്കുന്നത്. പ്രതിപക്ഷങ്ങളിലൊക്കെ തന്നെ അത് മുൻ LDF സർക്കാരിൻ്റെ സമയത്താണ് ഞങ്ങൾ തുടങ്ങുന്നത്. ഞങ്ങളൊരു 4-5 മാസമാണ് LDF സർക്കാരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചത്. ആ സമയത്തും ബഹുമാനപ്പെട്ട CM-ഉം LSTD മിനിസ്റ്റർ ഉൾപ്പെടെ അനാവശ്യമായിട്ടുള്ള ട്രാൻസ്ഫറുകൾ അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്തിട്ടില്ല. ഞങ്ങളുടെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിക്കുന്ന സമീപനം സ്വീകരിച്ചിട്ടില്ല. അത് പുതിയ ഗവൺമെൻറ്റും എനിക്ക് തോന്നുന്നു ആ രാഷ്ട്രീയം കുറച്ച് മാറി വരികയാണ് കേരളത്തിൽ. അല്ല, എനിക്ക് തോന്നുന്നത് ഒരു വൈറൽ വീഡിയോ ഉണ്ടായിരുന്നു. രാജേട്ടൻ വന്ന സമയത്ത് മുഖ്യമന്ത്രി എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ കൈപിടിച്ച് സ്വീകരിച്ച് വേദിയിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്, അതൊക്കെ ഒരു കൾച്ചറിന്റെ, അതൊക്കെ ഒരു ബന്ധത്തിന്റെയൊക്കെ ഒരുപാട് നല്ലൊരു പൊളിറ്റിക്സിലേക്ക് അത് മുഖ്യമന്ത്രി മേയർ എന്നുള്ളതല്ല, ഒരുപാട് കാലം പൊതുപ്രവർത്തനത്തിൽ നിന്ന് അടുപ്പമുള്ളവർ കാണുമ്പോൾ അതിലപ്പുറം സത്യത്തിൽ ആ വീഡിയോ ഒന്നും പ്രൊമോട്ട് ചെയ്യരുത്. ആ വീഡിയോ ഒന്ന് അനാവശ്യമായിട്ടുള്ള അടിക്കുറിപ്പുകളോടുകൂടി പ്രൊമോട്ട് ചെയ്യരുത് എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. അതൊക്കെ പരസ്പരം നമ്മളിപ്പോൾ ഞാൻ ശബരിയെ കാണുമ്പോഴേക്കും മേയറും കൗൺസിലറും ഒന്നും അല്ലല്ലോ. ശബരിയുടെ ഒരു, ഞാൻ നേരത്തെ പറഞ്ഞില്ല, അല്ലെങ്കിൽ ദീപക് ഞാൻ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം തുടങ്ങുന്ന സമയത്ത് തന്നെ അദ്ദേഹം SFIയുടെ ഏറ്റവും പ്രോമിനൻറ്റ് ലീഡർമാരിൽ ഒരാളായിരുന്നു. ഞങ്ങളൊക്കെ ഏറ്റവും ജൂനിയറായിരുന്നു. അദ്ദേഹം വളരെ നേരത്തെ തന്നെ സിൻഡിക്ക് പറയാം. ഞങ്ങൾക്ക് അന്നൊരു കോളേജ് യൂണിയൻ പോലും യൂണിയൻ കൗൺസിലോടും ജയിക്കുന്ന സമയമല്ല. അപ്പോൾ വലിയ ലീഡർഷിപ്പിൽ നിൽക്കുന്നവരാണ്. മേയറൊക്കെ ആവുന്ന ഒരു സാഹചര്യം കൊണ്ടുവരുന്നതാണല്ലോ. അങ്ങനെ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഈ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അദ്ദേഹം എത്രയോ കാലം കൊണ്ട് കേരള രാഷ്ട്രീയത്തേക്ക് ഞങ്ങളൊക്കെ ഒരുമിച്ച് ചാനൽ ചർച്ചകളിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോഴേ ഉള്ള സ്നേഹബന്ധം, വ്യക്തിപരമായ ഒരു അടുപ്പം, അതൊക്കെ അതിനൊന്നും എടുത്ത് റീൽസായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടുക, അതിനൊന്നും വ്യക്തിപരമായിട്ട് എനിക്ക് യോജിപ്പില്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു കൗതുകമാണ്. ഒരു കോമൺ ഇഷ്യൂ വരിക എന്ന് വിചാരിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ തമ്മിൽ ഒരു കൂടിക്കാഴ്ചയോ ഒരു പെട്ടെന്നൊരു മീറ്റിങ്ങോ അങ്ങനെയൊക്കെ നടക്കാറുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് വളരെ പോസിറ്റീവ് ഒരു ഇൻവെസ്റ്റ്മെന്റ് വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യം വരിക. അപ്പോൾ ഈ ഒരു കൂട്ടായ്മ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്? സാധാരണഗതിക്ക് അത്ര ഇല്ലെങ്കിലും ചില പ്രധാന വിഷയങ്ങൾ വരുമ്പോൾ അതിനു മുമ്പ് ഇപ്പൊ തന്നെ എനിക്ക് തോന്നുന്നു ഈ സമരമൊക്കെ നടന്നപ്പം പാർലമെന്ററി കാര്യമന്ത്രി വന്ന ശ്രീ കിരൺ റിജ്ജു വന്ന് രാഹുൽ ഗാന്ധി കണ്ടത്. കേരളത്തിലാണെങ്കിലും പ്രതിപക്ഷ നേതാവിനെയും അല്ലെങ്കിൽ മീഡിയ അതൊക്കെ ഉണ്ട്. അത്തരത്തിലുള്ള ബേസിക് ചില കാര്യങ്ങൾ നടക്കാറുണ്ട്. പക്ഷെ നമ്മുടെ സ്റ്റാൻഡിൽ ഒരു ഡൈല്യൂഷനോ അല്ലെങ്കിൽ ഫേവറബിളായിട്ടോ ചെയ്യാനുള്ള അതില്ല. ഒരു സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് എ ഗവൺമെന്റിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും വേണം. ഈ കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലും ടെക്നിക്കലി പഞ്ചായത്ത് ആക്ട് പ്രതിപക്ഷം എന്നൊരു സാധനമില്ല, കൗൺസിലാണ്. ഈ പാർലമെന്ററി പാർട്ടികൾ പ്രതിപക്ഷ നേതാവ് എന്നുള്ളൊരു പോസ്റ്റ് ഡിഫൈൻഡ് അല്ല. ഇപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫൈൻഡ് പോലെ അല്ലെങ്കിൽ പാർലമെന്റ് ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് അല്ല. ഇവൻ പാർലമെന്റിൽ പോലും അത് എത്ര ഡിഫൈൻഡ് ആണെന്നുള്ള ചോദ്യം ഇതായിട്ടുണ്ട്. പക്ഷേ ചില കാര്യങ്ങളിൽ നീക്കുപോക്കുകൾ ചർച്ചകൾ നടക്കാറുണ്ട്. പക്ഷേ നമ്മുടെ സ്റ്റാൻഡേർഡ് ഡൈല്യൂഷൻ ഒന്നും ഉണ്ടാവാറ് വളരെ ക്ലിയർ ആണ്. ഓണത്തിലേക്ക് വരാൻ തുടങ്ങാം. കാരണം ഓണം തിരുവോണ ദിവസം അല്ല, കന്നിയോണമാണ്. അതുപോലെ അതല്ല, എനിക്കൊന്ന് തിരുവോണ ദിവസം വീട്ടിലെത്തി ഉണ്ണാൻ പറ്റുന്ന ഒരു സാഹചര്യം, എല്ലാവരും ഒരുമിച്ച് കുടുംബക്കാരൊക്കെ ആയിട്ട് ഒരുമിച്ച് സാഹചര്യം എപ്പോഴൊക്കെ ഉണ്ടാവാറുണ്ടോ രാജേട്ടാ? ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഉണ്ടാവാറുണ്ട്. ഇടയ്ക്ക് ഇപ്പം ABVP സമയത്തൊക്കെ അത് ഞങ്ങൾ ശക്തമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. അപ്പോൾ ചില തിരുവോണ നാളുകളിലൊക്കെ പട്ടിണി സമരമൊക്കെ അങ്ങ് പ്രഖ്യാപിച്ച് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അല്ലാതെ തിരുവോണ ദിവസം അങ്ങനെ പലപ്പോഴും വലിയ പ്രശ്നം ഉണ്ടാവാറില്ല. ഊണഴിക്കാനൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ വന്ന് മുമ്പ് 4-5 ദിവസമൊക്കെ ഓണം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ദിവസത്തിലേക്ക് ഏകദേശം കൂടിച്ചേരലുകളൊക്കെ ചുരുങ്ങി. പക്ഷേ എങ്കിലും ഇപ്പോൾ തിരുവോണം
ഉത്രാടത്തിൻ്റെ അന്ന് അവസാന റൗണ്ട് എല്ലാവരെയും കാണുന്നതൊക്കെ ആയിരിക്കും. തിരുവോണം അങ്ങനെ പോകും. പിന്നെ അവിട്ടം ചതയോ ഒക്കെ പരിപാടികളായിരിക്കും. ഞങ്ങൾക്ക് ആർക്കും ഒരു നിമിഷം മാറി നിൽക്കാൻ പറ്റാത്ത തരത്തിൽ എങ്ങും പോകാനും പറ്റില്ല. അവിട്ടം ചതയോ ഇവിടുന്ന് മാറി നിൽക്കാനേ പറ്റില്ലല്ലോ. അത് കഴിയുമ്പോഴേക്കും ഏകദേശം ഓണം ഘോഷയാത്രയൊക്കെ ആയി. പിന്നെ അതിന്റെ പുറകില്ല ഘോഷയാത്ര കഴിഞ്ഞാൽ പിന്നെ ലൈവായിട്ട് വീണ്ടും അടുത്ത കാര്യത്തിലേക്ക് വരികയല്ലേ. അങ്ങനെ ഈ ഓണം പരിപാടികളിലൊക്കെ പങ്കെടുക്കാറുണ്ടോ നിങ്ങൾ? പങ്കെടുക്കാറുണ്ട്. ഞാൻ വളരെ കുറച്ചാണ് അത്തരം കാര്യങ്ങളിൽ അതൊക്കെ വളരെ അല്ല ചിലപ്പോ സംഘാടകർ നിർബന്ധിക്കൂലേ ഒരു അതൊക്കെ ചിലപ്പോൾ നടന്നിരിക്കും. പക്ഷേ മിക്കവാറും രാജേഷ് പറഞ്ഞ പോലെയാണ് നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ തിരക്ക് പിടിച്ച ദിവസങ്ങളാണ് നമ്മളെ സംബന്ധിച്ച്. ഓണം അടുപ്പിച്ച് വരുമ്പോഴും എന്ന് പറയുന്നതാണ് ഓണ ദിവസം എന്നൊക്കെ പറയുന്നത് ഒരുപാട് പരിപാടികൾ. ഇപ്പോൾ ഇത് നമ്മൾ കൗൺസിലർ ആകുന്നതിന് ഒക്കെ മുമ്പ് തന്നെ നമ്മൾ പൊതുപ്രവർത്തനം നടത്തുന്നതുകൊണ്ട് തന്നെ തിരക്ക് പിടിച്ച സമയങ്ങളാണ് വരാറുള്ളത്. ചെറിയ ചെറിയ പരിപാടികളും വലിയ പരിപാടികളും ഒക്കെ ആയിട്ട് അങ്ങനെ പോകാറാണ്. പക്ഷേ എങ്കിലും തിരുവോണത്തിൻ്റെ അന്ന് വീട്ടിൽ ആ ഉണ്ണുന്ന സമയത്ത് കൃത്യമായി പോവുകയും വീട്ടുകാരോടൊപ്പം കൂടുകയാണ് ചെയ്യാറുള്ളത്. അല്ലെ പൊതുപ്രവർത്തകരെ പറ്റി പറയുമ്പോൾ ഇപ്പൊ സാറ് എനിക്ക് തോന്നുന്നു ഒരു വലിയ കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും വലിയൊരു പ്രതിഭാശാലിയുടെ പൊതുപ്രവർത്തനം കണ്ട് വളർന്ന ഒരാളും കൂടിയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഈ ഒരു സമയത്തല്ലേ ഓണം എന്ന് വെച്ചാൽ പൊളിറ്റീഷ്യൻസിന് ഏറ്റവും തിരക്കുള്ള സമയമാണ്. കാരണം ഈ ചിങ്ങമാസം കല്യാണങ്ങൾ, പിന്നെ ആളുകളുടെ എക്സ്പെക്ടേഷൻ മാറിയിട്ടുണ്ട്. നമ്മുടെ എല്ലാ ചെറിയ കാര്യങ്ങൾക്കും, അത് കൗൺസിലർ ആണെങ്കിലും MLA ആണെങ്കിലും ഒക്കെ വീട്ടിലെ ചെറിയ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. ചിങ്ങത്തിലാണ് അത് മാക്സിമം. നമ്മൾ എന്തൊക്കെ ചെയ്തു കൊടുത്താൽ ആൾക്കൊരു വീട് കേരളാവസ്ഥനോ അല്ലെങ്കിൽ കല്യാണത്തിനോ ഒന്നില്ലെങ്കിൽ ആ ബന്ധം അതോടെ അവസ്ഥയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പ്രൈവറ്റ് ചടങ്ങുകൾ, പിന്നെ ഓണമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ പ്രോഗ്രാമുകൾ, പ്രത്യേകിച്ച് നാട്ടിൻപുറത്തൊക്കെ ചെറിയ ചെറിയ ക്ലബിലേക്ക് പ്രോഗ്രാമായി. അപ്പം നമ്മളെല്ലാവരും ഏത് രാഷ്ട്രീയക്കാരനും, അത് പൊസിഷനുള്ള ആളാണെങ്കിലും അല്ലെങ്കിലും ഈ ഗ്രൗണ്ടിലിരിക്കുന്ന ആളാണെങ്കിൽ അത് എപ്പോഴും ഓരോരോ പ്രോഗ്രാമിൽ 3-4 ദിവസം കാണും. പറഞ്ഞ പോലെ ആകെ എനിക്കൊന്നു അത് പിറ്റേ ദിവസം തിരുവോണ ദിവസം പിറ്റേ ദിവസം വലിയ കുഴപ്പം കാണില്ല. പിന്നെ അങ്ങ് പ്രോഗ്രാമുകൾ വരും. പക്ഷെ അതാണല്ലോ നമ്മുടെ ആൾക്കാർ വിളിക്കുന്നത്, നമ്മുടെ ഏറ്റവും വലിയൊരു സന്തോഷം നമുക്ക് ഏത് പാർട്ടിയാണെങ്കിലും. ഓണപ്പാട്ട് ഐശ്വര്യമായിട്ട് കേട്ടാലോ? ആരാ പാടുന്നത്? മേയറാണോ പാടിത്തരിക? ഉറപ്പായും പാടിയത് നിങ്ങളെ കണ്ട ഒരു ഭാഗവും ആദ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ പാടൂല പാട്ട് വേണ്ടതേ. നിങ്ങൾ ഒന്നിലേക്ക് ഒക്കെ ഇനി അതിന്റെ കൂടെ അത് പൊളിറ്റിക്കലെങ്കിലും വേണ്ട. ആ ഉദ്യമത്തിന് ഞാനില്ല. ഇയാൾക്ക് നല്ല ലുക്കുണ്ട്, ഇയാൾക്കും പറ്റും. ഇയാൾ കണ്ടറിയാം. ലുക്ക് മാത്രമേ ഉള്ളൂ. ഓൾറെഡി ട്രോൾ ഉണ്ട്. നമ്മുടെ മേയർ നന്നായിട്ട് പാടും. മേയർ പാടി 5 വർഷം മേയറായിട്ട് ഇത് ഇടക്കിടയ്ക്ക് പറയുന്നുണ്ട് രാജേട്ടാ, ഇത് ഇടക്കിടയ്ക്ക് പറയുന്നുണ്ട്. എന്തോ പ്ലാൻ ദീപകിന്റെ ഒരു ചിരിയൊക്കെ എന്തോ പറയുമ്പോഴേക്കേ എന്തോ കാരണം അല്ല എപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ ഇപ്പൊ അവിശ്വാസ പ്രമേയം വരും, ഇപ്പൊ വരും, എന്തോ അണിയറകൾ നടക്കുന്നുണ്ട്. എന്തോട്ട് രാജേട്ടാ. എന്നാലും ഒരു രണ്ടുപേരും നിങ്ങളുടെ പണിയങ്ങൾ കേട്ടോ. ഞങ്ങൾ നിർബന്ധിക്കണം. ഞങ്ങൾ നിർബന്ധിച്ചിരിക്കുന്നു. ഇല്ല കട്ടില്ല. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു കൂടെ പാടുവോ? ഇല്ലില്ല ഞാൻ പറഞ്ഞു. ഒന്നിന്റെ ക്ഷീണം മാറിയിട്ടില്ല. അല്ല ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ രണ്ടുപേരും ഈ ട്രോളുകൾ കണ്ടിരുന്നോ? ഇതിനെ പറ്റി എന്തെങ്കിലും സംസാരിക്കുകയോ ചെയ്തിരുന്നോ? ഞാൻ ജീവിതത്തിൽ അതാണ് നമ്മളെ ചിലപ്പോ നമ്മൾ അതായത് അനാവശ്യ വിഷയം കിടക്കുന്നില്ല. അതിന്റെ ആവശ്യമില്ലായിരുന്നു, അത് ഫോഴ്സ്ഡ് ആയിരുന്നു. നമ്മൾ സമരം ചെയ്തെങ്കിൽ തീരേണ്ടതായിരുന്നു. അതിനെക്കുറിച്ച് പലർക്കും പല അഭിപ്രായമുണ്ട്. അതൊരു വിഷയം വന്നു. പക്ഷെ ഞാനിപ്പോൾ ആലോചിക്കുന്നത്, ഞാൻ ജീവിതത്തിൽ ഇതുവരെ ഉപയോഗിക്കാത്ത ഒരു വാക്ക് എങ്ങനെ എന്റെ വായു എനിക്കത് ട്രോളല്ല. ഞാനിപ്പോ ആലോചിക്കുന്നത്, ഞാൻ ആ വാക്ക് ഇതുവരെ ഞാൻ കൊക്കക്കോള കോക്ക് പോലും പറയത്തില്ല. ഞാനിത് ആലോചിച്ചത് എങ്ങനെപ്പ എന്റെ. പക്ഷെ അത് ഐ തിങ്ക് അത് പറയേണ്ട ആവശ്യമില്ലായിരുന്നു. ഐ ഷുഡിന്റെ അസെറ്റ് ആയിരുന്നുള്ള ഒരു ബോധം എനിക്ക് അതിനകത്തുണ്ട്.
അല്ല നമ്മള് ഒരു പരിധി വരെ ട്രോളൊക്കെ ആസ്വദിക്കുന്നുണ്ടെങ്കിലും ആ ട്രോളിന് ഇരയാകുന്നവർക്ക് അതൊരു ഒരുപക്ഷേ വലിയ പ്രശ്നമാണ് കേട്ടോ, സത്യമാണ്. പക്ഷേ ട്രോളിന് നമ്മുടെ ഇരയാകുമ്പോഴേ ശബരിനാഥ് ആള് അതിന്റെ കൂളാണ്. ശബരിനാഥ് ആള് കൂളാണ്. നിങ്ങൾ ഇനി എന്തൊക്കെ ട്രോൾ ഇട്ട് തകർക്കാൻ ശ്രമിച്ചാലും തളരില്ല രാമൻകുട്ടി. തളരരുത് രാമൻകുട്ടി. കാര്യമുണ്ട്, ഞാൻ പറഞ്ഞത് ഇപ്പോൾ നിൽക്കുകയാണ്. അതാണ് പോയിന്റ്. അത് തോന്നുന്നവർക്ക് ഇതിന്റെ പ്രശ്നം അറിയാം, ഈ ഇന്റർവ്യൂ കഴിയുന്ന ഉടനെ രാഷ്ട്രീയ ആലോചിക്കുന്നുണ്ട് എന്തോ എവിടെയോ എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഓണം മര്യാദ കാണുന്നവർക്കല്ല ഒരു ഓണ സൊസൈറ്റി കൊണ്ടിടക്കാൻ സമ്മതിക്കൂല. ഉറക്കമില്ലാത്ത ഓണം ദീപ കേട്ടാ, ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു ചെറിയ പ്രധാനം എന്നല്ല ഒരു ചെറിയ ചോദ്യം. ഇങ്ങനെ ഒരു എന്താ പറയാ വാഗ്വാദങ്ങളൊക്കെ നടക്കാറുണ്ടല്ലോ. ഇപ്പൊ ഒരു വലിയ സമരം നടന്നു, മേയറെ എന്താ പറയാ പിടിച്ചു നിർത്താനൊക്കെ സമരങ്ങളൊക്കെ നടന്നു. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമ്മളെ കാണൂല്ലോ നിങ്ങള്, അതൊരു ആ സമയത്തുള്ള ഒരു മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും? അല്ല, നമ്മൾ രാഷ്ട്രീയ വിഷയം കൈകാര്യം ചെയ്യുന്നത് അതിൻ്റെ വഴിക്ക് തന്നെ പോയേ പറ്റുള്ളൂ. പക്ഷേ ഈ പറഞ്ഞതുപോലെ സൗഹൃദപരമായി വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളുണ്ട് ഇതിനകത്ത്. അത് രാജേഷുമായിട്ട് നേരത്തെ രാജേഷ് തന്നെ പറഞ്ഞല്ലോ, നമ്മൾ സ്റ്റുഡൻറ് പൊളിറ്റിക്സിൽ നിൽക്കുമ്പോൾ തന്നെ ഉള്ളൊരു ബന്ധമുണ്ട്. ശബരിയുമായിട്ട് അതിനകത്ത് അതൊക്കെ ചുമ്മാ പറയുന്നത്. ശബരിയുമായിട്ട് ആ രൂപത്തിലുള്ള ബന്ധമുണ്ട്. ശബരി എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കുമ്പോൾ തൊട്ട് ആ ഒരു ബന്ധം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാഷ്ട്രീയ വിഷയം ഇപ്പോൾ ഞാൻ CPM അല്ലെങ്കിൽ രാഷ്ട്രീയ BJP അല്ലെങ്കിൽ കോൺഗ്രസ് അങ്ങനെയൊക്കെ വരുമ്പോൾ അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ നമുക്ക് കൃത്യമായിട്ട് അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തേ പറ്റുള്ളൂ. അതിനകത്തൊന്നും ഒരു വിട്ടുവീഴ്ചയ്ക്കും ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ വ്യക്തിബന്ധം അത് വേറെ ബന്ധമാണ്.